വിസിൽ മുഴങ്ങിയാൽ അയാൾക്കത് യുദ്ധകാഹളമായിരുന്നു. രക്തം ചിന്തുന്ന യുദ്ധമുറകൾ, കടുത്ത ടാക്ലിങ്ങുകൾ, തർക്കങ്ങൾ, സംഘട്ടനങ്ങൾ. പ്രതിരോധത്തിൽ അയാൾ ഒരു സ്പാനിയർഡായിരുന്നു. വേണ്ട സമയത്തെല്ലാം ആക്രമണത്തിലും അയാൾ തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു. ഉൾക്കടലിലെ പ്രക്ഷോഭങ്ങളിലും പതറാതെ പട നയിക്കുന്ന കപ്പിത്താനായിരുന്നു അയാൾ. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് സെർജിയോ റാമോസ് എന്ന എതിരാളികളുടെ പേടി സ്വപ്നത്തെക്കുറിച്ചാണ്. എന്നാൽ മാഡ്രിഡിസ്റ്റുകളുടെ പടയാളി തന്റെ പ്രിയപ്പെട്ട റയൽ മാഡ്രിഡിനോട് വിട പറയുന്നുണ്ട്. കൂടാതെ സെന്റർ ബാക്ക് പൊസിഷനിലെ പരിക്കുകളുടെ കടുത്ത ആക്രമണം കൂടെയായപ്പോൾ കാർലോക്ക് നിവൃത്തിയുണ്ടായിരുന്നില്ല. പൊടുന്നനൊരു ദിവസം മാഡ്രിഡ് യൂത്ത് അക്കാദമിയിൽ ഇരിക്കുന്ന ഒരു 21-കാരന്റെ അടുക്കൽ സീനിയർ ടീം പ്രതിനിധി വരുന്നുണ്ട്. മാഡ്രിഡ് ടീം പ്രതിസന്ധിയിലാണ്. എക്സ്പീരിയൻസ്ഡ് ആയ താരങ്ങളിൽ മാത്രം വിശ്വാസമർപ്പിക്കുന്ന കാർലോ അഞ്ചലോട്ടിയുടെ മുന്നിൽ പോലും മറ്റു വഴികളില്ലായിരുന്നു. നിവൃത്തിക്കേടാണ്. സെന്റർ ബാക്ക് പൊസിഷനിൽ നീ ഇറങ്ങേണ്ടി വരും. സീനിയർ ടീമിൽ കളിക്കുന്നതിന്റെ സന്തോഷവും മന്ദാളിപ്പും അയാളുടെ മുഖത്ത് വന്നു. ഈ പയ്യനാര എന്ന മട്ടിൽ ആരാധകരും ഫുട്ബോൾ ലോകവും മുഖം ചുളിച്ചു. എന്നാൽ പിന്നീട് നടന്നത് റയൽ മാഡ്രിഡിലെ മറ്റൊരു ഇതിഹാസ പിറവിയായിരുന്നു. മാഡ്രിഡ് ആരാധകർ ഒരു നിമിഷം തങ്ങളുടെ റാമോസിനെ ഓർത്തുപോയി.